ഫാറ്റി ലിവർ ഉണ്ടോ? എന്നാൽ സൂക്ഷിക്കണം, ഇതൊരു നിശബ്ദ കൊലയാളിയാണ്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെയും കുട്ടികളെയും ഒരുപോലെ അലട്ടുന്ന രോഗമാണ് ഫാറ്റി ലിവർ. കാരണം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണശൈലിയും ഒക്കെയാണ് പലപ്പോഴും പ്രധാന കാരണമാകുന്നത്. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യുന്നതാണ് ഫാറ്റി ലിവർ. നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് കരളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇത് ഫാറ്റി ലിവറിൽ എത്തുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് മറ്റുള്ള അസുഖങ്ങളിലേക്കും നയിക്കുമെന്നത് തീർച്ചയാണ്. പണ്ടുകാലത്ത് മദ്യപിക്കുന്നവരിൽ മാത്രം കണ്ടുവരുന്ന ഫാറ്റി ലിവർ ഇന്ന് കുട്ടികളിൽ വരെ എത്തിത്തുടങ്ങി. ഇന്ത്യയിൽ 3-1 ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഫാറ്റി ലിവർ മൂലം വർദ്ധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയബറ്റിക്സ് ടൈപ്പ് 2. ഫാറ്റി ലിവറും ഇൻസുലിൻ പ്രതിരോധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കരളിൽ കൊഴുപ്പ് അമിതമാകുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഹോർമോണായ ഇൻസുലിനോടുള്ള പ്രതികരണശേഷി കുറയ്ക്കുന്നു. ഈ ഇൻസുലിൻ പ്രതിരോധം ഒടുവിൽ ടൈപ്പ് 2 പ്രമേഹത്തിലേക്ക് നയിച്ചേക്കാം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവരിൽ പ്രമേയം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരിച്ചു അങ്ങനെ തന്നെ. കൂടാതെ ഹൃദ്രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഫാറ്റി ലിവറാണ്. കൊളസ്ട്രോളും മെറ്റബോളിസവും നിയന്ത്രിക്കുന്നതിൽ ലിവർ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. ഇത് മര്യാദയ്ക്ക് നടക്കുന്നില്ലെങ്കിൽ കൊളസ്ട്രോളും മറ്റും കൂടാനുള്ള സാധ്യത ഏറെയാണ്. ഇനി ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് പ്രവർത്തനരഹിതമാക്കുന്നത് മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുന്നു. ഇത് ശരീരഭാരം വർദ്ധിക്കാനും കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും കാരണമാകും. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. കൂടാതെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകിയില്ലെങ്കിൽ ഫാറ്റി ലിവർ പഴയപടിയാകാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അടുത്തത് ലിവർ സിറോസിസ്. ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് സ്റ്റീറോഹെപ്പറ്റൈറ്റിസായി പുരോഗമിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത വീക്കം കരൾ ഫൈബ്രോയിഡ്സിനും ഒടുവിൽ സിറോസിസിനും കാരണമാകും. ഈ അവസാനഘട്ട കരൾ രോഗം കരളിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചില സാഹചര്യത്തിൽ കരൾ മാറ്റിവെക്കൽ വരെ ആവശ്യമായി വരികയും ചെയ്യും.